ഒരു മക്കൾ നഷ്ടപ്പെടരുത്, ഒരു വാപ്പയ്ക്കും ഉമ്മയ്ക്കും. വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മാന്യതയ്ക്ക് ചേരാത്ത ഒരു ആർഭാടം, ഒരു DJ പാർട്ടിയൊക്കെ ചെയ്യുന്ന രീതിയിലാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫെയർവെൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. നമസ്കാരം. കേരളത്തിൽ 2025 കൊല്ലം കൊലപാതകത്തിൻ്റെയും വർഷമായി മാറുമ്പോൾ അതിൽ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ സവിശേഷത ഉണർത്തുന്ന ഒരു കാര്യം. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. ഷഹബാസ്, താമരശ്ശേരിയിലെ ഷഹബാസ് എന്ന ഒരു വിദ്യാർത്ഥി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. കൂട്ടം ചേർന്ന് ആ പയ്യനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ഹോസ്പിറ്റലിൽ പോവുകയും, അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ 70% പുള്ളി, ആ കുട്ടിയുടെ അവസ്ഥ മോശമായിരുന്നു. ഈ ഞെട്ടിക്കുന്ന വാർത്ത കേരളത്തിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇത് താമരശ്ശേരിയിലെ MJ ഹയർ സെക്കൻഡറി സ്കൂള് വിദ്യാർത്ഥികളും താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു, അല്ലെങ്കിൽ ഒരു കുടിപ്പകയായിരുന്നു ഇതെന്ന് വേണം പറയാൻ. ടീറിസ് എന്ന പ്രൈവറ്റ് സ്ഥാപനത്തിലെ ഒരു ഫെയർവെൽ ചടങ്ങാണ് കഴിഞ്ഞ ഞായറാഴ്ച സംഘടിപ്പിച്ചത്. ഈ ടീറിസിൻ്റെ ഞാനിന്നൊരു വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ ചെക്ക് ചെയ്തിട്ട് കണ്ടില്ല. ആ ഒരു വീഡിയോയും കൂടി കാണിച്ചാലേ എനിക്ക് ചിലത് കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ അത് ഫേസ്ബുക്കിലാണോ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടായിരുന്നു, പക്ഷേ യൂട്യൂബിൽ കാണുന്നില്ല. എന്ന് വെച്ചാൽ ഈ ടീറസ് എന്ന ഈ സ്ഥാപനത്തിലെ ഫെയർവെൽ ചടങ്ങ് ഒരു ന്യൂ ഇയറിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള ക്രിസ്മസ് വളരെ വലിയ സെലിബ്രേഷൻ ചെയ്യുന്ന, അതായത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചേരുന്ന രീതിയിലുള്ള ഒരു ഫെയർവെൽ ചടങ്ങല്ല അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അവർ പറയുന്നത് അവരുടെ ഈ സ്ഥാപനത്തിലെ കുട്ടികൾ, ഈ താമരശ്ശേരിയിലെ 2 സ്കൂളിലെ കുട്ടികളാണ് കൂടുതലും പഠിക്കുന്നത്. ഈ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് ഇവരിപ്പോൾ അവരുടെ ഭാഗം ക്ലിയർ ചെയ്യുവാൻ വേണ്ടി അവർ പറയുന്നത് പാസ് കൊടുത്താണ് അവിടെ ഒരു വ്യാപാര ഭവൻ വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. 3 മുതൽ സംഘടിപ്പിച്ച പരിപാടി ഏതാണ്ട് 7 മണിക്കുള്ളിൽ തീരുന്ന രീതിയിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അവർ പറയുന്നത്. പക്ഷേ 3 മണിക്കും തുടങ്ങിയിട്ടില്ല, 4 മണിക്കും പരിപാടി തുടങ്ങിയിട്ടില്ല. അതിലുപരി ഇത് സമയവും നീണ്ടുപോയ 9 മണിക്ക് ശേഷവും കൊണ്ട് നിർത്തിയെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇനിയും എന്തുവാകട്ടെ, ഈ ടീറിസ് എന്ന സ്ഥാപനം ഈ കുട്ടികളെ വെച്ച് അവരുടെ ബിസിനസ്സാണ്, ഒരു സർവീസൊന്നുമല്ല, ബിസിനസ്സിൻ്റെ വളർച്ചയുടെ അടുത്ത വർഷത്തേക്കുള്ള ഒരു പടവ് അവർ ഉണ്ടാക്കുകയാണ് ടീറിസ് ചെയ്തേക്കുന്നത്. ടീറിസിലെ അവരുടെ അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഇത് ഒരു പാട്ട്, അത് ഡാൻസ്, ഒരു സംഘ നൃത്തം കളിക്കുന്നതിനിടയിലുള്ള ഒരു മൊബൈൽ ഫോണിൽ നിന്ന് കണക്ട് ചെയ്താണ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നത്. എല്ലാ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ മിക്കവാറും. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അത് ഓഫാകുകയും, ആ പാട്ട് ഓഫാകുകയും, അതുപോലെ തന്നെ ആ സമയത്ത് ഈ എതിർ ടീം കൂവി, അവരുടെ ഭാഗത്ത് എന്തോ കൂക്കി എന്നൊക്കെ പറയും, അതായത് കൂവി വിളിച്ചു. അതാണ് ഈ ഒരു പ്രകോപനത്തിന് ഇടയാക്കിയ സംഭവം. എന്തായാലും ശരി, ടീറസിൻ്റെ ഈ മാനേജ്മെൻറ്റ് പറയുന്നത് അന്ന് അവിടെ ഒരു സംഘർഷം നടന്നെങ്കിലും ഈ ഷഹബാസും ഈ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിയും അന്ന് ഈ പരിപാടിയിൽ പോലും പങ്കെടുത്തിട്ടില്ല. അത് വളരെ കഷ്ടമായ ഒരു കാര്യമാണ്. പിന്നെ ഈ സ്കൂളുകൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു കോംപ്രമൈസിനോ അല്ലെങ്കിൽ എന്തോ അതുമായിട്ട് ഇടപെട്ടാണ് ഈ ഷഹബാസ് ഇതിനിടയിൽ പെട്ടത്. എന്തായാലും ശരി, വീട്ടുകാർക്ക് പോയി. ആ അച്ഛൻ്റെ ഒരു നിർവികാരമായ വർത്തമാനങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിഷമം തോന്നും. ആര് സീരിയസ് ആണെന്നുള്ള ഇതാ പറഞ്ഞത്. കഴിയുന്ന പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട്. അവർ സംഘം ചേർന്ന് മർദ്ദിച്ചതാണ്. അതിപ്പോൾ ഇതിനകത്തൊരു വ്യക്തമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടികൾ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൈകളുടെ ശക്തിയല്ല ആ ഷഹബാസിൻ്റെ ദേഹത്ത് പതിച്ചിട്ടുള്ളത്. ഒന്നുകിൽ ഇവിടെ ക്രിമിനൽസ് ആയിട്ടുള്ള വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഇടപെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ സീനിയർ സ്റ്റുഡൻസിനെ ഇവർ ഇതിന് യൂസ് ചെയ്തിട്ടുണ്ട്.
പുറത്ത് യാതൊരുവിധ മുറിവുകളുമില്ലാതെ അതിനെ അങ്ങേയറ്റം മർദ്ദിച്ചു കഴിഞ്ഞ് ഒരു സുഹൃത്താണ് സ്കൂട്ടറിൽ കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കുന്നത്. പക്ഷേ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ആരോഗ്യസ്ഥിതി വഷളാകുകയും അവിടുന്ന് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ചെന്നപ്പോഴത്തേക്ക് 70% കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട രീതിയിലാണ് പറയുന്നത്. അവിടെ നിന്ന് ICU, അതായത് ആംബുലൻസിലാണ് മെഡിക്കൽ കോളേജിലേക്കും മറ്റും കൊണ്ടുപോകുന്നത്. അത്ര ക്രൂരമായ രീതിയിലുള്ളൊരു ഇടപെടലാണ് അവിടെ നടന്നിരിക്കുന്നത്. എന്തായാലും ശരി, ഈ കഴിഞ്ഞ ദിവസം അത് ഈ ലോകത്തോട് വിട പറഞ്ഞു. നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കുട്ടിയെ നമ്മൾ പിച്ച വെച്ച കാലം മുതൽ, അല്ലെങ്കിൽ ഈ ഇതിനെ ജനിച്ച ശേഷം ഓരോ അച്ഛനും അമ്മയും ബാപ്പയും ഉമ്മയും കാണുന്ന സ്വപ്നങ്ങൾ എന്താണെന്ന് ഈ സമൂഹം, ഈ വിദ്യാർത്ഥി സമൂഹം മനസ്സിലാക്കണം. ഇവരുടെയൊക്കെ ഇപ്പോൾ പ്രതിയായിട്ടുള്ള 5 വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് പരീക്ഷ എഴുതുവാനുള്ള അവസരം കൊടുത്തെന്ന് പറഞ്ഞു, അവർ കൊലക്കുറ്റത്തിന്. അതുപോലെ തന്നെ ഇത് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഈ ഷഹബാസ് ഈ ഹോസ്പിറ്റലായതിനു ശേഷവും ഇവർ നടത്തിയ കോൺവെർസേഷൻ എന്ന് പറയുന്നത് ജുവനൈൽ ജസ്റ്റിസ് അനുസരിച്ചുള്ള കേസാണ്. അതായത് ഇവർക്ക് ഇതിനെക്കുറിച്ച് നിയമവശങ്ങൾ പഠിച്ചിട്ടാണ്. ഒരാൾ മരിച്ചാൽ പോലും കേസെടുക്കില്ല എന്നുള്ള ഒരു വ്യക്തമായ ധാരണ. ഈ നിയമങ്ങൾ തിരുത്തി എഴുതിയാൽ ഇവനെയൊക്കെ പരീക്ഷ എഴുതിക്കരുത്. ഒരു കുടുംബത്തിൻ്റെ ജീവിതം തകർത്തവരെ, അവരുടെ വിദ്യാഭ്യാസം തന്നെ, അവരുടെ കൊലക്കയറി വീഴണം. ഇനിയും ഈ കേരളത്തിൽ നമ്മൾ ഇപ്പം നമുക്കറിയാം, റാഗിങ് ഒക്കെ നടന്ന് നമുക്കറിയാം. കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ റാഗിങ് ഒക്കെ നമുക്കറിയാം. ഇതെല്ലാം ഈ സ്റ്റുഡൻസാണ് വരുന്നത്. അവരേക്കായിൽ 2-3 വയസ്സിന് താഴെ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ വീണ്ടും അടുത്ത ക്രൈമിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ എതിരെയുള്ള ശക്തമായ നിയമ നടപടികൾ, അതിന് ഏത് രീതിയിലായാലും ശരി, അത് നിയമസഭാ തലത്തിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇത് വന്ന് ഇനിയുമുള്ള ഈ കാര്യങ്ങളിലേക്ക് ഇത് വളർത്തിക്കൊണ്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു കാര്യം പറഞ്ഞു, ഷഹബാസ് ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ, ഈ കണ്ണൊന്നും ഇല്ലോ കേട്ടോ. ഷഹബാസിനെ ഇന്ന് ഞാൻ വകവരുത്താം, അവൻ്റെ കണ്ണൊന്നുമില്ല എന്നൊക്കെ. ഇത് പ്രതികാര നടപടി, ഇത് വിദ്യാർത്ഥികളിൽ അത്രയും ഇതായിട്ടാണ്. പക്ഷേ സംഭവം വശമായെന്ന് കണ്ടപ്പോൾ അവൻ പ്ലേറ്റ് മാറ്റി. ഷഹബാസ് ഇതിൻ്റെ ഒന്ന് പറയടോ, ഫുള്ള് അലമ്പായിക്കുന്ന കേട്ടി. എൻ്റെ സീൻ്റെതാ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടോ, ഇന്ന് എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഇത് സീരിയസ് ആയി അത് മരണത്തിന് കീഴടങ്ങും എന്നൊക്കെയുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ ചാനലിൽ കണ്ടു കഴിഞ്ഞപ്പോൾ വന്ന കുറ്റം ചെയ്ത പയ്യൻ്റെ ഒരു സ്പീച്ചാണ്. അതായത് അവരുടെ ഭാഷയാണ്, വടക്കൻ സ്റ്റൈലാണ്, നമുക്കത് മനസ്സിലാകത്തില്ല. ഇവൻ പെട്ടുപോവോ എന്നൊക്കെയുള്ള സംശയമാണ്. ആ സമയത്താണ് അവൻ ആ ഒരു ബോധം ഇതിൽ പെടുന്നു എന്നുള്ളത്. നാട്ടുകാർക്ക് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉള്ള അവസ്ഥയെന്ന് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞു, നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു മുറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അടിൻ്റെ വെയിറ്റ് കൊണ്ടാണ്, തലിൻ്റെ പുറഭാഗത്താണ് അടി വന്നത്. അത് ഒന്നുകിൽ ഡോക്ടർ പറയുന്നത് ഇത്രയും വെയിറ്റുള്ള ഒരാൾ അടിച്ച അടിയാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ആയുധമല്ലാത്ത എന്തെങ്കിലും ഉണ്ടല്ലോ, ഈ കുറുതായിട്ടുള്ള സാധനങ്ങൾ, അതുകൊണ്ടുള്ള അടിയാണെന്നുള്ളത്. അപ്പോൾ ആ അന്വേഷണത്തിൽ നമ്മൾ നോക്കുമ്പം ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്നുള്ളത്, ഇങ്ങനെ സാധനമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ഇൻഫർമേഷൻ കിട്ടിയ അടിസ്ഥാനത്തിൽ അത് പോലീസ് എന്തോസം അങ്ങനെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് പറയാം. അതായത് ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം, പർപ്പസ്ഫുള്ളി അവന് ഈ വിദ്യാർത്ഥികളുടെ ഒരു കൂടെ ഉള്ള സഹപാഠിയെ വകവരുത്തണം. അതായത് മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല, ഇവർ ഇത്ര വയസ്സിൽ ഇതായതുകൊണ്ട്, പ്രായം കുറവുള്ളതുകൊണ്ട് ഇവർക്ക് ജുവനൈൽ കേസ് ജസ്റ്റിസ് ആ നിയമപ്രകാരമുള്ള കേസുകളെ വരുത്തുള്ളൂ, ഇവർക്ക് വിദ്യാഭ്യാസം കിട്ടും, ജാമ്യം കിട്ടും. ഈ കാര്യങ്ങളാണ് ഈ വിദ്യാർത്ഥികളുടെ ഞായറാഴ്ച ഈ സംഭവം നടന്ന് ബാക്കി 2-3 ദിവസം കഴിഞ്ഞ്, തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഈ കൃത്യം ചെയ്യുന്നത്. അപ്പോൾ ഇവർ നിയമവശങ്ങൾ പോലും പഠിച്ച് ഇവിടുത്തെ നിയമം ഈ കുറ്റകൃത്യം ചെയ്യുന്നതിന് അവർക്ക് അനുകൂലമാണ് എന്ന് കണ്ടിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. തീർച്ചയായും ഇത് കാണുന്നവർ ഇത് ഷെയർ ചെയ്ത്
ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് നമുക്കിനി നാളെ നമ്മുടെ മക്കളും ഇതുപോലുള്ള ചതിയിൽ പെടരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മക്കൾ നഷ്ടപ്പെടരുത് ഒരു വാപ്പയ്ക്കും ഉമ്മയ്ക്കും. അവരുടെ ഈ നമ്മളിപ്പോൾ ഈ ന്യൂസുകളും ഇതൊക്കെ ഓരോ ദിവസവും വരുന്നത് കൂടുതൽ നമ്മുടെ മെമ്മറി നിൽക്കില്ല. പക്ഷേ ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും അവരുടെ ജന്മം മുഴുവൻ അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം അവരുടെ ഓരോ നിമിഷവും ആ ഷഹബാസിൻ്റെ ഓർമ്മകളും ഷഹബാസിനെ വളർത്തിയ ആ കാര്യങ്ങളും അവൻ്റെ വിദ്യാഭ്യാസ കാലത്തുണ്ടായ അനുഭവങ്ങൾ, അവൻ്റെ കുട്ടിക്കാലങ്ങളിലെ ഇതൊക്കെ അവരുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും എങ്ങനെ സഹിക്കാൻ പറ്റും? നമ്മൾ ആ ഒരു കാര്യമാണ് ഇനിയും ഇത് സംഭവിക്കാതിരിക്കുവാൻ ഉള്ള നിയമം ശക്തമാക്കി കൊണ്ടുപോകണം. ഇന്ന് ഈ ആ ഒരു പിന്നെ ഇവൻ്റ് മാനേജ്മെൻറ്റ് മാതിരിയാണ് ചെയ്തേക്കുന്നത്. ഭയങ്കര ഹൈ സൗണ്ട് സിസ്റ്റം, അതുപോലെ ലൈറ്റ് സിസ്റ്റം, ഈ ഡി ജെയുടെ ഒരു പരിപാടി. സാധാരണ ഒരു കുട്ടികളുടെ പരിപാടി വെച്ച് ഒരു മാന്യമായ രീതിയിൽ ഇപ്പോൾ ഇവിടെ അടുത്ത ഒരു ട്യൂട്ടോറിയൽ കോളേജിലെ പരിപാടികളൊക്കെ വളരെ ഗംഭീരമായിട്ട് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരാളെ കൊണ്ടുവന്നൊക്കെയാണ് ഇവിടെ ഒരു ഫെയർവെൽ സംഘടിപ്പിച്ച് ഞാൻ കണ്ടത് കഴിഞ്ഞ ആഴ്ച. പക്ഷേ ഇത് മോട്ടിവേഷനൊന്നുമല്ല, ഇതിനകത്തിലെ അവരുടെ ബിസിനസ് മാത്രം മുന്നിൽ കണ്ടുള്ള ഒരു കുത്തക ഒരു സ്ഥാപനമാണ് ഈ ടീറിസം എന്ന് പറയുന്നത്. അവർക്കെതിരെ വേണം കേസ് ചാർജ് ചെയ്യുവാൻ. അവർ ഇത്തരം ഒരു സംഭവം അവിടെ വെച്ച് ഉണ്ടായിട്ട് പോലും അവിടെ വിദ്യാർത്ഥികളെ ഈ ചെയ്തവരെയും ആകപ്പെട്ടവരെയും എല്ലാം വീടുകളിൽ കൊണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീടുകളിൽ കൊണ്ടാക്കിയിട്ടുണ്ട് ഈ ടീറിസിലെ അധ്യാപകരും സ്റ്റാഫും ഒക്കെ ചേർന്ന് ഈ പ്രതികളെ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ പെട്ടവരെ കൊണ്ടുവാക്കി. അപ്പോൾ ഇവരിപ്പോൾ കൈയെഴുന്ന് ഇനി ഇങ്ങോട്ട് വരരുത്, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. പാസ് കൊടുത്താണ് കയറിയതെന്നൊക്കെ പറഞ്ഞത് ഇവരുടെ ഒരു തടിതപ്പലാണ് ഈ ടീറിസിൻ്റെ. അവിടെ വെളിയിൽ നിന്ന് കുട്ടികൾ കണ്ടമാനം ഇടിച്ച് കയറി ആ ഹോള് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ വീഡിയോ എനിക്ക് ലഭ്യമായിട്ടില്ല, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മാന്യതയ്ക്ക് ചേരാത്ത ഒരു ആർഭാടം ഒരു ഡി ജെ പാർട്ടിയൊക്കെ ചെയ്യുന്ന രീതിയിലാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫെയർവെൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇതുപോലുള്ള പ്രവൃത്തികൾ ഇനിയും അടുത്ത വർഷവും ഫെയർവെൽ വരുമ്പോൾ ഈ സ്കൂളുകളിലായാലും മറ്റ് ട്യൂട്ടോറിയലായാലും ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ഇതുപോലുള്ള ആഭാസത്തരങ്ങൾ നടക്കുന്ന രീതിയിലേക്ക് ട്യൂട്ടോറിയൽ കോളേജുകളെ അഴിച്ചുവിടരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഷഹബാസിൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഇത് താങ്ങുവാൻ ദൈവം തമ്പുരാൻ ശക്തി കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.